ഹലോ ആൻഡ് വെൽക്കം ടു BB ടോക്സ് വിത്ത് പേർഷ്യൻ മലയാളി. ഇതിപ്പോൾ എപ്പിസോഡ് 3 ആണ്. എപ്പിസോഡ് 3ന്റെ റിവ്യൂ ഞാൻ പെട്ടെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ബിഗ് ബോസ് ഒരു പാട്ടിട്ട് കൊടുക്കുകയാണ്, ഗുഡ് മോർണിംഗ് പാട്ട്, ഒരു സിനിമ പാട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതിന് ഗാർഡനിൽ വന്ന് ഡാൻസ് ചെയ്യുകയാണ്. സോ അങ്ങനെയാണെന്ന് ബിഗ് ബോസ് സ്റ്റാർട്ട് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി കാണിക്കുന്നത് അനീഷിനോട് നമ്മുടെ ബിന്നിയും ആൻഡ് അനുമോളും ചെന്ന് ചോദിക്കുന്നതായിട്ട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞൂടെ, എന്തൊരു ഡിസ്റെസ്പെക്ട്ഫുൾ മാനറാണ് ഇതൊക്കെ ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ പോരെ, മലയാളം അത്ര മോശ ഭാഷ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്ന കണ്ടു. അപ്പോൾ ശരത്തും വന്ന് ആർഗ്യൂ ചെയ്യുന്ന കണ്ടു. അങ്ങനെയല്ല, നിങ്ങളുടെ കൂടെ ഞങ്ങളല്ല വന്നേക്കുന്നത് ബിഗ് ബോസിൽ, ഞങ്ങളുടെ കൂടെ നിങ്ങളും ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ തർക്കിക്കുന്ന കണ്ടു ഇതിനെക്കുറിച്ച്. പക്ഷേ കാര്യം എന്താണെന്ന് പിടി കിട്ടിയില്ല, ബിക്കോസ് അതിൻ്റെ സീൻസ് പിന്നാണ് കാണിച്ചത്. ഇമ്മീഡിയറ്റ്ലി അനുമോളും ഷാനവാസും കൂടെ എന്തോ ആർഗ്യുമെൻറ്റ് ചെയ്യുന്ന കണ്ട്, ശരത്തും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ആർക്കോ കഴുത്തിന് വേദന ഉണ്ടായിരുന്നു. അപ്പം മെഡിക്കൽ റൂമിൽ എന്തോ കാണിക്കഴിഞ്ഞപ്പോൾ അനുമോൾ പറഞ്ഞ എല്ലാത്തിനും ഇങ്ങനെ മെഡിക്കൽ റൂമും ഡോക്ടറിനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, കുറച്ച് ചൂടുവെള്ളം വല്ലോ ആവി പിടിച്ചാൽ മതി പറഞ്ഞത്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഷാനവാസ് ചുമ്മാ അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് അനുമോൾ ഡോക്ടേഴ്സിനെ കുറ്റം പറഞ്ഞെന്നോ, ഡോക്ടേഴ്സ് മെഡിസിൻ തരാൻ വേണ്ടിയിട്ട് പൈസ മേടിക്കാനായിട്ട് ചുമ്മാ മരുന്ന് തരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. കള്ളമാണ് ആക്ച്വലി പറഞ്ഞു. അപ്പോൾ അനുമോൾ ചുമ്മാ കരയാനൊക്കെ തുടങ്ങി. അപ്പം പിന്നെ എല്ലാവരും വന്നു, അക്ബറും ബിനിയും ഒക്കെ വന്നു. ബിനി ഡോക്ടറാണല്ലോ. ബിനി പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ അവൾ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇമീഡിയറ്റ്ലി ഷാനവാസ് പിന്നെ പറയും, അവളങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതുള്ളൂ. അവൾ പറഞ്ഞു, ഞാൻ ഇനി കരയത്തില്ല, സോ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്തതാണ് അവളിനി കരയുമെന്ന്. സോ ഇതായിരുന്നു ഒരു ഫസ്റ്റ് ഒരു സീൻ കാണിച്ചത്. അത് കഴിഞ്ഞപ്പം ബിഗ് ബോസ് എല്ലാവരും ഗാർഡൻ ഏരിയയിലോട്ട് ഇരുത്തിയിട്ട് ചോദിച്ചു, ഇവിടെ രാവിലെ ഒരു പ്രശ്നം നടന്നിരുന്നു, അനീഷും ഇങ്ങനെ ഒരു ഗുഡ് മോർണിംഗ് പ്രശ്നം. അതെന്തുവാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കും മനസ്സിലായില്ല, പ്രേക്ഷകർക്കും മനസ്സിലായില്ല. ഇപ്പം ആൾക്കാർ പറയുന്ന പോലെ തന്നെ എനിക്ക് സ്ക്രിപ്റ്റഡ് ആയിട്ട് തോന്നുന്നു. ഷോന്ന് ബിഗ് ബോസ് തന്നെ പറയണം, അല്ലെങ്കിൽ നിങ്ങളതിൻ്റെ കാര്യം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ആ സീനൊന്ന് റീക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് ഇവരെല്ലാവരും കൂടെ റീക്രിയേറ്റ് ചെയ്യും. അപ്പോൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അനീഷിന് ദേഷ്യം വന്നിട്ട് അനീഷ് അങ്ങ് മാറും. ബട്ട് ശരത്താണ് അനീഷായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ എല്ലാവരും ബിനി അനുമോളും എല്ലാവരും വന്ന് അനീഷിനോട്, ക്യാപ്റ്റനോട് ഇങ്ങനെ, ശരത്താണല്ലോ അഭിനയിക്കുന്നത്, അനീഷായിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഇപ്പോൾ ശരത്ത് ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ അനീഷിനെ പോലെ ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ നടന്നത്. ലാസ്റ്റിൽ ഇതെന്തോ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ച് പറഞ്ഞുകൂടെ എല്ലാവരും ചോദിക്കുമ്പോൾ ശരത്ത് എന്നാൽ സുപ്രഭാതം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. സോ അതൊരു ഡിസ്റെസ്പെക്ട്ഫുൾ വേ ആണെന്നാണ് ആദ്യം ആ സീനിൽ പറഞ്ഞത്. അതാണ് ബിഗ് ബോസിനെ ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചത്. പിന്നെ പണിപ്പുര ടാസ്ക് തുടങ്ങുവാണ്. ഇവർക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷറി സാധനങ്ങൾ, ഇവിടെ ആക്സസറീസ് ഒക്കെ എടുക്കാൻ. അപ്പോൾ ബിഗ് ബോസ് പറയും, ഈ ടാസ്കിൽ നിങ്ങൾക്ക് നോമിനേറ്റഡ് ആൾക്കാർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നോമിനേറ്റഡ് അല്ലാത്ത ആൾക്കാരിൽ നിന്ന് ഇവർ തമ്മിൽ സംസാരിച്ച് 2 പേരെ സെലക്ട് ചെയ്യണം ഇവിടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇവർ നോമിനേറ്റഡ് അല്ലാത്ത ആൾക്കാർ സെലക്ട് ചെയ്യുന്നത് അക്ബർ, പിന്നെ ആതിര എന്നൂർ. എന്നിട്ട് ഇവർ മറ്റേ നോമിനേറ്റഡ് ആൾക്കാർ ചോദിക്കും, നിങ്ങൾ സമ്മതമാണ് ഇവരെ വിടാന്ന് വെച്ചപ്പോൾ ഓക്കെ എന്ന് അവർ പറയും. സോ ഇവരെയാണ് ടാസ്കിന് വിടാനായിട്ട് തയ്യാറാക്കുന്നത്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആര്യനും അഭിലാഷ് ശരത്തും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിൽ അതിൽ പറയുവാണ്, ജിസൽ ഫേക്കാണ്, ഒന്നും ചെയ്യുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല, സോ അത് പൊട്ടിക്കണം അവിടെ ഫേക്ക്നെസ് പറഞ്ഞിട്ട്. ശരത്ത് ഇമ്മീഡിയറ്റ്ലി പോയി ജിസലിനോട് സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ മേക്കപ്പും ഡ്രസ്സും ഇട്ടും മോഡലായിട്ടൊന്നും നടന്നാൽ പോരാ, ആൾക്കാരുമായിട്ട് സംസാരിക്കണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ജിസൽ വരെ ഞാൻ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്, ഞാൻ ജസ്റ്റ് നോട്ടീസ് ചെയ്യുവാണ് എല്ലാവരെയും, ഞാൻ നോട്ടീസ് ചെയ്ത് എല്ലാവരും നല്ല നോട്ടീസ് ചെയ്തിട്ട് പാതി ഞാൻ സംസാരിച്ച് തുടങ്ങും, ഞാൻ സംസാരിക്കാതിരിക്കുന്നൊന്നുമില്ല. പിന്നെ ഒരു ഷോ അല്ലേ, അപ്പോൾ ഞാൻ വൃത്തിയായിട്ട് മേക്കപ്പ് ചെയ്തിരിക്കണ്ടേ, അതിനെന്താ പ്രശ്നം എന്നൊക്കെ പറയും. പിന്നെ ശരത്തിനെ കുറിച്ച് ജിസൽ എന്നിങ്ങനെ ഒനീലിനോടും കലാഭവൻ സരികയോടൊക്കെ ഇങ്ങനെ കിച്ചണിലെന്ന് പറയാം, അവന് ഞാൻ മേക്കപ്പ് ഇടുന്നതോടും വൃത്തിയായിട്ട് നടക്കുന്നതോടൊക്കെ പ്രോബ്ലമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കും. അടുത്ത സീനിൽ തന്നെ കാണിക്കുന്ന ജിസലും അനുമോളും കൂടെ ഇങ്ങനെ തൂക്കുന്നതായിട്ടാണ്. അപ്പോൾ അനുമോൾ ഇങ്ങനെ നിന്ന് തൂക്കുമ്പോൾ ജിസൽ പറയും, ഇങ്ങനെയല്ല കുനിഞ്ഞിരുന്ന് തൂക്കണം, വൃത്തിയായിട്ട് തൂക്കണം എന്നൊക്കെ പറയുമ്പോൾ അനുമോൾ പറയും, നിങ്ങൾക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് കുനിഞ്ഞിന് തൂക്കേണ്ടി വരുന്നത്, എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ നിന്ന് തൂത്താൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ജിസൽ പറയും, അങ്ങനെയല്ല, ഇത് കാർപ്പറ്റ്, അതിൻ്റെ അഴുക്കൊന്നും പോത്തില്ല. അപ്പോൾ അനുമോൾ പറഞ്ഞാൽ അത് അഴുക്ക് പോത്തില്ല, ചൂലും കൊണ്ട് പോത്തില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, വാക്യൂം ക്ലീനർ വരുത്താൻ പറ്റത്തില്ലല്ലോ. ജിസൽ പറഞ്ഞാൽ ഓബ്വിയസ്ലി ഇവിടെ വാക്യൂം ക്ലീനർ വരുത്താൻ പറ്റില്ല. അപ്പോൾ അനുമോൾ പറഞ്ഞ് കൈ കൊണ്ട് പറക്കി കളയണം ഓരോ അഴുക്കും, അല്ലാതെ ഇങ്ങനെ എനിക്ക് തൂക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജിസൽ പറയുന്നത്, എനിക്ക് തൂക്കാറില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച് തരാം എന്ന് പറഞ്ഞ് ഇങ്ങനെ അവിടെ ഒരു കോൺവെർസേഷൻ, ഇവർ തമ്മിലൊരു ആർഗ്യുമെൻ്റ് നടക്കും. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പണിപ്പുരയിലോട്ട് പോകാനുള്ള ടാസ്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അക്ബർ അതിലെന്ന് പറയാനുള്ള സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിലൊരു റൂൾ എന്ന് പറഞ്ഞാൽ ചിറ്റ് 1, ചിറ്റ് 2, ചിറ്റ് 3, ചിറ്റ് 4, ചിറ്റ് 6 എന്ന് പറഞ്ഞൊരു ബൗളിലിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ചിറ്റിലും ഇത്ര സെക്കൻഡ്സും ഇത്ര പോയിന്റ്സും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ 2 പേര് സെലക്ട് ചെയ്ത ആൾക്കാർ അതൊന്ന് ചിറ്റ് ചൂസ് ചെയ്തിട്ട് വേണം ഇവർക്ക് ആ റൂമിൽ പോകാനായിട്ട്. അപ്പോൾ അവർ എടുക്കുന്ന ചിറ്റിൽ എത്ര സെക്കൻഡ്സാ, എത്ര പോയിന്റ്സാ, അത്ര ലക്ഷറി പോയിന്റ്സിൻ്റെ സാധനങ്ങളും അത്ര സമയത്തിനുള്ള അവർ തിരിച്ചു ഇറങ്ങണം. അങ്ങനെ ഒരു ടാസ്ക് ആയിരുന്നു.
അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചിട്ടു ആണ് സെലക്ട് ചെയ്യുന്നത്. ചിട്ടു ആണ് അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ചിട്ടുവിൽ 16 സെക്കൻഡ്സും 575 പോയിന്റ്സിന് അവർക്ക് ഷോപ്പിംഗ് ചെയ്യാം. ഷോപ്പിംഗ് അല്ല, ഒരു സാധനങ്ങൾ എടുത്തിട്ട് വരാം. അപ്പോൾ ഇവർ ബസാർ അടിക്കുന്നതുകൊണ്ട് ഇവർ 3 പേരും കൂടെ അകത്തോട്ട് പോകും. ഇവരുണ്ടല്ലോ എല്ലാ സാധനങ്ങളും വാരിയെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇവർ ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ അവർ വെളിയിൽ വരത്തില്ല. ബസാർ അടിച്ചിട്ടാണ് അവർ വെളിയിൽ വരുന്നത്. ഞാൻ വന്നിട്ട് വെളിയിൽ 2 ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. പേഴ്സണൽ എന്നൊരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു, ജനറൽ എന്നൊരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാ സാധനങ്ങളും കൊണ്ട് ജനറലിലോട്ടം കിട്ടും. ഇവർ പേഴ്സണൽ സാധനങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ബോസിൻ്റെ ഇമീഡിയറ്റ്ലി അനൗൺസ്മെൻറ്റ് വരും, ടാസ്ക് കഴിഞ്ഞു, നിങ്ങൾ ഇങ്ങനെ എല്ലാം കൂടെ വാരിയെടുത്തിട്ടൊന്നും കാര്യമില്ല, ഇനി എല്ലാം തിരിച്ചു കൊണ്ടുവച്ചോളാൻ പറയും. ബിക്കോസ് അവർ നിശ്ചിത സമയത്തിനുള്ളിലും വെളിയിൽ വന്നില്ല. പിന്നെ ഇങ്ങനെ എല്ലാം കൂടെ ഒരു വാരിയെടുത്ത് ജനറലിൽ കൊണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഒന്നും കിട്ടിയില്ല. ലക്ഷറി പോയിൻറ്റ്സും കൊണ്ട് അവർക്ക് ഈ ഒരു ടാസ്കും കൊണ്ട് ഒരു യൂസും ഉണ്ടായില്ല. അപ്പോൾ ആദ്യത്തെ ആൾ തന്നെ ഉറങ്ങിയിരിക്കുകയാണ്. RJ ബിൻസി സൈഡിൽ സോഫയിൽ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ തന്നെ പട്ടിയുടെ കൊരയുടെ ശബ്ദം വന്നു. അപ്പോൾ RJ ബിൻസി അനീഷ് ക്യാപ്റ്റൻ ആണെന്ന് പോയി ഓബ്വിയസ്ലി ഉണർത്തി. അത് കഴിഞ്ഞ് ടീമിൽ കാണിക്കുന്നത് വെച്ചാൽ നിവിൻ സ്വന്തം ബെഡിൻ്റെ സൈഡിലോട്ട് സ്വന്തം സൂട്ട് കേസ് എടുത്ത് ഇങ്ങനെ വലിച്ച് കയറ്റുന്നു. എന്തൊക്കെയോ കളത്തരം പോലെ കാണിക്കുന്നത്, എന്താണ് എക്സാക്ട്ലി കാണിച്ചില്ല. അപ്പോൾ എന്നിട്ട് നേരെ സ്വന്തം ബ്ലാങ്കറ്റ് തലയിൽ കൂടെ ഒക്കെ ഇട്ട് ഇങ്ങനെ കട്ടിൻ്റെ സൈഡിലോട്ട് ഇരിക്കുക. അപ്പോൾ ഷാനവാസ് കയറി വന്ന് ചോദിക്കും, എന്തോ കാണിക്കുന്നത്, കുറേ ആവി പിടിക്കും. അപ്പോൾ ഷാനവാസിക്ക് ഇവിടെ ആവി പിടിക്കുന്ന സാധനമല്ലല്ലോ, അത് ഞാൻ വെള്ളം കുടിക്കുക എന്ന് പറയും. അപ്പോൾ പിന്നെ ഷാനവാസ് അങ്ങ് തിരിച്ചു പോകും. ഞാൻ ഇമീഡിയറ്റ്ലി ബിന്നിയും വരും. ബിന്നി വന്നിട്ട് ചോദിക്കും, എന്താ കടിക്കുക? ഞാൻ വെള്ളം കുടിക്കുക, എനിക്ക് വെള്ളം കുടിക്കാൻ പോലും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എണീറ്റ് പോകും. സംതിങ് എന്തോ ഒരു സീക്രട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അത് നമ്മളെ കാണിച്ചില്ല. ഇനി അടുത്തൊരു പണി തരുവാണ് ബിഗ് ബോസ്. പുകഞ്ഞ കൊള്ളി പുറത്തുനിന്നൊരു ടാസ്ക് കൊടുക്കുന്നത്. അപ്പോൾ RJ ബിൻസിയാണ് എൻ്റെ ടാസ്ക് റീഡ് ചെയ്യുന്നത്, ട്രാൻസ്ലേറ്റർ. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ എല്ലാ മെമ്പേഴ്സും കൂടെ സെലക്ട് ചെയ്യുകയാണ്. ഒരു 4 പേര് സെലക്ട് ചെയ്യണം. അവർക്ക് അവരുടെ അഭിപ്രായം അനുസരിച്ചാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ, ഒന്നും ചെയ്യാത്ത ആൾക്കാരെയോ അല്ലെങ്കിൽ അവർക്ക് അഭിപ്രായമുള്ള ആൾക്കാരെ, അങ്ങനെ 4 പേര് സെലക്ട് ചെയ്യണം. ആ 4 പേരും എന്തുവാണെന്ന് വെച്ചാൽ വെളിയിൽ ഒരു കട്ടിലിട്ടിട്ടുണ്ട് ഗാർഡൻ ഏരിയയിൽ. അപ്പോൾ രാത്രി ലൈറ്റ് ഓഫ് ആവുന്ന മുതൽ രാവിലത്തെ വേക്കപ്പ് കോൾ വരെ ഒരു ചെറിയൊരു കട്ടിലിട്ടിട്ടുണ്ട്. ആ കട്ടിൽ തന്നെ ഈ 4 പേരും ഷെയർ ചെയ്ത് കിടന്നുറങ്ങണം. ആൻഡ് ഒരാൾക്ക് അറ്റ് എ ടൈം ആ കട്ടിലിരിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി 3 പേര് അവിടെ അടുത്തൊക്കെ തന്നെ, പക്ഷെ അവിടെ തന്നെ ഇരിക്കണം. ആൻഡ് ഈ ഉറങ്ങുന്ന ആളിനെ, ഈ ബാക്കി മെമ്പേഴ്സിനെ വേണമെങ്കിൽ ഈ ഉറങ്ങുന്ന ആളിനെ അവരറിയാതെ എടുത്തുകൊണ്ട് പോയി അവിടെ ഒരു റെഡ് സോൺ ഉണ്ട്, അവിടെ കൊണ്ട് വെക്കുവാണെങ്കിൽ ഇവർ എലിമിനേഷനിലോട്ട് പോകും. സോ ഇതാണ് ടാസ്ക്. അപ്പോൾ അതിൽ സെലക്ട് ആവുന്നത് ഇവരെല്ലാവരും കൂടെ കണ്ടസ്റ്റൻറ്റ് സെലക്ട് ചെയ്യുന്നത് ജിസലിനെയും ഷാനവാസിനെയും ഷൈത്യയും പിന്നെ RJ ബിൻസിയുമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അപ്പോൾ ലൈറ്റെല്ലാം ഓഫ് ആവുന്ന സമയത്ത് എല്ലാവരും കൂടെ വെളിയിൽ പോവും. വെളിയിൽ പോയിട്ട് ബെഡിൽ ആദ്യം കിടക്കുന്നത് ഷാനവാസ് കുറച്ച് നേരം കിടന്നുറങ്ങും. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്ക് വന്ന് ഇങ്ങനെ പൊക്കാനൊക്കെ, കലാഭവൻ സരികൊക്കെ വന്ന് ഇങ്ങനെ ഷാനവാസ് ഇങ്ങനെ അനക്കെ നോക്കി ഭയങ്കര ഉറക്കം, പുള്ളി അനക്കവയില്ല. ഇച്ച് കഴിയുമ്പോൾ പിന്നെ RJ ബിൻസി കയറി കിടന്ന് കുറച്ച് നേരം ഉറങ്ങും. അങ്ങനെ പിന്നെ ശൈത്യ അവിടെ കുറച്ച് ഇരുന്നുറങ്ങും. ബട്ട് ജിസൽ മാത്രം ഭയങ്കര ആക്റ്റീവായിട്ട് ഒട്ടും ഉറങ്ങാതെ ഫുൾ ടൈം ഇങ്ങനെ ഉണർന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. പിന്നെ അകത്ത് കുറച്ച് പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇവർ ഉറങ്ങുന്ന ആൾക്കാരെ ആരെ പിടിച്ചുകൊണ്ട് റെഡ് സോണിൽ ഇടണം എലിമിനേഷന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇന്നൊന്നും ചെയ്യണ്ട, നാളെ ഇവരിൽ ആരെങ്കിലുമൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അപ്പോൾ ഉണർന്നിരിക്കുന്ന ആളിനോട് വെച്ചിട്ട് ഉറങ്ങുന്ന ആളിനെ ഈ ഉണർന്നിരിക്കുന്ന ആളുടെ സഹായത്തോടെ തന്നെ എലിമിനേറ്റ് ചെയ്യാനൊക്കെ മാനിപ്പുലേഷനൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ കുറേ അകത്തിരുന്ന് കുറേ കഥകളും. ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് 3 AM കാണിക്കുന്ന ജിസൽ ഉണർന്ന് തന്നെ ഇരിക്കുവാണ് ആൻഡ് എപ്പിസോഡ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റിവ്യൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ് BB Talks with Persian Malayali. Please subscribe to our channel. Thank you for watching. Take care.